ഞാൻ എണീക്കുമ്പോൾ ഞാൻ മേത്തുകൂടെ എന്തോ അരിക്കുന്ന കണ്ടിട്ട്, അത്രയും ഡീപ്പ് സ്ലീപ്പിലുണ്ടായിരുന്ന ഞാൻ മേത്തുകൂടെ എന്തോ അരിക്കുന്ന കണ്ടിട്ടാണ് ഫീൽ ചെയ്തിട്ടാണ്. ഹായ് ഗൈസ്, പതിവ് പോലെ പുതിയൊരു വീഡിയോയ്ക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ കണ്ടന്റ് സ്ത്രീ സുരക്ഷ. മനസ്സിലായോ? വേറൊന്നും കൊണ്ടല്ല, സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് സ്ത്രീകളെ പുരുഷന്മാർ കയറി പിടിക്കാനുള്ള കാരണം, നാട്ടിൽ ബലാത്സംഗം കൂടി വരാനുള്ള കാരണം എന്നൊക്കെ ചില വിദഗ്ധന്മാരൊക്കെ വളരെ വിദഗ്ധമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്തോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം റിലേറ്റ് ചെയ്ത് കമന്റും കൂടെ ചെയ്തേക്കുക. ഈ ഒരു പെൺകുട്ടിക്ക് തൊട്ടടുത്തിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേൾക്കാം. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഒരു മിസ്ബിഹേവിനെ പറ്റിയിട്ട് പറയാനാണ്. ഞാൻ സുൽത്താൻ ബത്തേരി ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഇയാൾ, ഞാൻ ഉറങ്ങി, എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ഞാൻ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഒരു ലേഡിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ എണീക്കുമ്പോൾ ഞാൻ മേത്തുകൂടെ എന്തോ അരിക്കുന്ന കണ്ടിട്ട്, അത്രയും ഡീപ്പ് സ്ലീപ്പിലുണ്ടായിരുന്ന ഞാൻ മേത്തുകൂടെ എന്തോ അരിക്കുന്ന കണ്ടിട്ടാണ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് ഒരു കൈ ഇവിടെ ഇരിക്കുക, ഇയാളെൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബസ് കയറുന്ന ചില പ്രത്യേക തരം പുരുഷന്മാരുടെ പരിപാടിയാണ്. അവർ കണ്ണടച്ച് കിടക്കുന്നതായിരിക്കില്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് വെക്കും. പണ്ട് എപ്പോഴും ഞാനും എൻ്റെ കസിനും കൂടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു വരുന്ന സമയത്ത് ഞാനും കസിൻ ബ്രദറും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരൂടെ വരുന്ന സമയത്ത് ഞാനും എൻ്റെ കസിനും ഇങ്ങനെ KSRTCയിൽ ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നു. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനുണ്ട്, സീറ്റിൽ ഇരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നല്ല ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ കിടന്നുറങ്ങാണ് ഇങ്ങനെ, പക്ഷേ പുള്ളിക്കാരൻ്റെ കാല് മാത്രം ഇങ്ങനെ മറ്റേ തയ്യൽ മെഷീൻ ചവിട്ടുന്ന പോലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ കൊണ്ടിരിക്കും. ലൈക്ക് എൻ്റെ ഒരു വശത്ത് ഇങ്ങനെ ഉരസിക്കൊണ്ടേ ഇരിപ്പാണ് കാല്. കുറച്ച് നേരം ഞാൻ മിണ്ടാതെ ഇരുന്നു. അവസാനം എൻ്റെ കൺട്രോളായി വായ തോന്നിയ പോലെ 2-3 ഞാൻ പറഞ്ഞു. ഉറങ്ങുന്ന ഒരാളുടെ കാല് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ, അയ്യോ ഞാൻ അറിയത്തില്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഇതുവരെ തന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ തന്നോട് ഇപ്പം ഇങ്ങനെ വന്ന് റിയാക്ട് ചെയ്യണമെങ്കിൽ പിന്നെ താൻ ഒന്നും ചെയ്യാതെയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇതായി, പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ്, പിന്നെ അയാൾ സോറി, ആയിക്കോട്ടെ സോറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറിയിരുന്നു. അങ്ങനെയാണ് ആ വിഷയം അവിടെ ഒന്ന് നിന്ന് കിട്ടിയത്. അപ്പം മിക്ക ആൾക്കാരുടെയും പരിപാടി ഇത് തന്നെ. ബസ്സിലിരിക്കുന്ന സമയത്ത് ഉറങ്ങുകയാണെന്നൊക്കെ തോന്നും, അവർ കണ്ണടച്ചൊക്കെ ആയിരിക്കും കിടക്കുക, പക്ഷേ ഉറങ്ങുന്നതായിരിക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുരുത്തക്കേട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നും കരുതി കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. കാരണം എന്നെ പോലെ, ഈ കുട്ടീനെ പോലെ ഇതേമാതിരി ബസ് കയറിയ സമയത്ത് ഒരു തവണയെങ്കിലും ഒരു പുരുഷൻ്റെ അടുത്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊരു നോട്ടമോ ചേഷ്ടയോ ഒക്കെ അനുഭവിക്കാത്ത ഒരു സ്ത്രീയും ഇവിടെ ഈ നാട്ടിലുണ്ടാവില്ല. കാരണം ബസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കണ്ണിറുക്കി കാണിക്കാനോ നാക്കിട്ടിളക്കാനോ ഒക്കെ വേറെ ചേട്ടന്മാർ പുറകിലുണ്ടാകും, കൈവച്ച് ഗോഷ്ടി കാണിക്കാനൊക്കെ. പിന്നെ തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും നഗ്നത പ്രദർശനം കാണിക്കുന്ന വേറെ കുറച്ച് പേര്. അടുത്തിരിക്കുകയാണെങ്കിൽ അവർ ഉറങ്ങുകയാണെങ്കിൽ അവരുടെ കൈയും കാലും വെറുതെ ഇങ്ങനെ റോബോട്ട് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ എണ്ണം. അപ്പോൾ ഇത് സ്ത്രീകളുടെ കുഴപ്പം, അവരുടെ വസ്ത്രധാരണത്തിന് കുഴപ്പമൊന്നുമില്ല, ചില പുരുഷന്മാരുടെ വൃത്തികെട്ട വൈകല്യ പ്രശ്നങ്ങളാണ്. എനിക്ക് മനസ്സിലായി. എന്നിട്ട് പക്ഷെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഉറക്കത്തിൽ കാണും. എനിക്ക് ഓൾറെഡി ട്രോമ ഉള്ളത്, ഇങ്ങനത്തെ ഒരു മിസ്ബിഹേവിയറിന്റെ ട്രോമ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ സ്വപ്നം കണ്ടാണെങ്കിലോ, ഞാൻ ഇപ്പുറത്തേക്ക് ഷട്ടർ ആക്കിയിട്ടേക്ക് ഞാൻ ഇപ്പുറത്തേക്ക് കടന്നപ്പോൾ ഇയാൾ പിന്നെയും ചെയ്തു. അപ്പൊ ഞാൻ ചൂടായി, ബാക്കിലെ സീറ്റിൽ പോയിരിക്കില്ല, ഞാൻ കണ്ടക്ടറെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇയാൾ തൊട്ട് ബാക്കിലെ സീറ്റിൽ പോയിരുന്നു കേട്ടോ. ഇയാളെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കണം, ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇയാൾ ഫേസ് ഇങ്ങനെ മറക്കുക, ഇങ്ങനെ പിടിക്കുന്നത്, ബാഗ് വെച്ച് ഇങ്ങനെ മുഖം മറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച്, കൺട്രോൾ റൂമിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇന്ന ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്, ബസ്സിന്റെ നമ്പറും പറഞ്ഞു കൊടുത്തത്. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്, അപ്പൊ എനിക്ക് ബസ്സിന്റെ നമ്പർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കണ്ടക്ടറിന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് കണ്ടക്ടറിന്റെ ഫോൺ കൊടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെയും പിടിച്ച്. പോലീസുകാർ വണ്ടി കയറുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ബസ്സിലുള്ളവർ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അറിയുന്നത് തന്നെ. കണ്ടക്ടറോട് ഡ്രൈവറോട് പോലീസെ വിളിച്ചിട്ട് കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് വണ്ടി നിർത്തണം. അങ്ങനെ ഡ്രൈവർ അവിടെ നിർത്തി. എന്നിട്ട് ഇയാളെ അടുത്ത് സംസാരിച്ച് അത് ആ രീതിയിൽ പോയി. എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും സൈലന്റ് ആയി അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു സേഫ്റ്റിയാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല, നമ്മൾ എന്തോ പറയുകയാണ് റീച്ചിന്. കാരണം ഇപ്പോൾ റീച്ചിന് വേണ്ടി ഏതൊരു പെണ്ണുപിള്ള അങ്ങനെ ചെയ്തുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇതേമാതിരി എന്തെങ്കിലും ഇൻസിഡന്റ് പറഞ്ഞാൽ റീച്ചിന് വേണ്ടിയാണ് എന്നാണ് ആൾക്കാരത്ത് വളച്ചൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വീഡിയോ എവിഡൻസ് എന്തുകൊണ്ട് നല്ലത്, ഒരു വീഡിയോ എവിഡൻസോ ഫോട്ടോയോ ഒക്കെ തന്നെ. പക്ഷെ ഇതിൽ പറയാനുള്ള കാര്യം, പ്രതികരിച്ച രീതി എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പോലീസുകാരെ വിളിക്കുക, അറിയിക്കുക, കയ്യോടെ തന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുക, വലിയ കച്ചറയോ ഒച്ചപ്പാടോ ഒന്നുമില്ലാതെ കാര്യം ആ ഒരു രീതി തന്നെ, മറ്റുള്ളവർക്ക് മറ്റു യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മളും ബുദ്ധിമുട്ടില്ലാതെ അയാളെ നിയമത്തിന് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. തന്നെയല്ല, ഞാൻ ഇയാളുടെ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഇയാൾ നാളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ വേണം. അത് ശരിയാണ്. ഇവിടെ ഇതേമാതിരി അത്യാവശ്യം സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ, നാട്ടിൽ തിരിഞ്ഞാലും വലിയ ആൾക്കാരൊക്കെ ഇതേമാതിരി എന്തെങ്കിലും തൊട്ടി പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് റിയാക്ട് ചെയ്ത് കുറച്ച് പേരൊക്കെ ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞെന്നുണ്ടെങ്കിൽ നാണക്കേടുകൊണ്ട് സൂയിസൈഡ് ചെയ്ത ആളുണ്ടാവും. ഇനിയിപ്പോൾ അതല്ലാതെ ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ ദീപകിനെ പോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഇതിൽ സൂയിസൈഡ് എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന വിഷയമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ട് ഒരു സ്ത്രീനോട് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ട് അത് നാട്ടുകാർ അറിഞ്ഞാൽ മോശമാകുമല്ലോ, തനിക്ക് മുമ്പോട്ടുള്ള ഭാഗി ദോഷം ചെയ്യല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു മനപ്രയാസത്തിൽ ജീവൻ ഒടുക്കുന്ന തെറ്റുകാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും എന്ന് കരുതിയിട്ട്
എല്ലാ കുറ്റങ്ങളും നമ്മൾ സ്ത്രീകൾക്ക് തലരാത്തോട്ട് ഏറ്റുവെക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവര് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കാലക്കേടിനെങ്ങാനും അയാൾ തെറ്റ് ചെയ്തു, നമ്മൾ റിയാക്ട് ചെയ്തു, അയാളെ നാലാൾക്കാർ അറിഞ്ഞു, ശേഷം ആ വിഷമത്തിൽ അയാൾ പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പഴി 100% ഈ പെൺകുട്ടിക്ക് വരുള്ളൂ. കാരണം സൊസൈറ്റി അങ്ങനെയാണ്. എനിക്ക് ഇതിന്റെ പുറകെ പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇയാൾ ഇനി ഇത് ആരുടെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പക്വതപരമായി പെരുമാറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസിനെ വിളിച്ചിട്ട് സംസാരിക്കുക. നമുക്കിപ്പോൾ ഈവൻ ഗേൾസിനോടാണെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനാണ് പോലീസുകാരോടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനാണ്. എന്നിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കണക്ട് ചെയ്യുക. അവരടുത്ത പോലീസ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരടുത്ത പോലീസ് സ്റ്റേഷനായിട്ട് നമ്മളോട് സംസാരിക്കും, നമ്മളെ കേസ് എടുക്കും, ഇയാളെ പോലീസ് പിടിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുള്ളത് കേരള പോലീസ്. നോട്ട് ദ പോയിന്റ്. വീട്ടിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട് ഭൂരിഭാഗം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കിട്ടാത്ത ഒരു സാധനമാണ് വീട്ടിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട്. നമ്മൾ ബസ് കയറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം പുരുഷന്മാരുടെ അങ്ങോട്ട് നിൽക്കുന്ന തിരക്കുള്ള ബസ്സാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ടർ ബാക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകേണ്ട സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യമായിരിക്കും, നീ എന്തിനാ ബാക്കിൽ പോയിരുന്നത്, മുമ്പിൽ അത്രയും സ്ഥലമില്ലേ, അവിടെ കയറി നിന്നാൽ പോരായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാണുങ്ങൾ അടുത്ത് എന്തിനു പോയിരുന്നു അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാണടുത്ത് വന്നിരുന്ന അവരോട് മാറിപ്പോകാൻ പറയാത്തത് എന്ത് അങ്ങനെ ചോദിക്കുന്ന വീട്ടുകാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ഇട്ട് ബസ് കയറിയിട്ടാണ് നമ്മളോട് ഇങ്ങനെ, നീ എന്തിനാ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട്, നീ എന്തിനാ സാരി ഉടുത്ത്, നീ എന്തിനാ ഷോർട്ട് ഡ്രസ്സ് ഇട്ടത്, നീ എന്തിനാ അങ്ങനെ നിന്നു, നീ എന്തിനാ ഇങ്ങനെ നിന്നു, ആ സമയത്ത് എന്തിനു പുറത്തു പോയി, ഈ സമയത്ത് എന്തിനാ അവിടെ കയറി ഇവിടെ കയറി, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ വഴി വീട്ടിൽ നിന്ന് സപ്പോർട്ടും കിട്ടത്തില്ല. എന്നെ അവർ ഭയങ്കര കംഫർട്ടാക്കി വെച്ച് എനിക്ക് പറയാനുള്ളത് കേട്ട് അയാൾക്കുള്ള ശിക്ഷ എന്താണോ അയാൾക്ക് കൊടുത്തിട്ടുമുണ്ട്. ഞാനത് പറയുന്നില്ല, അയാൾക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. പക്ഷെ നമ്മളെടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിയമപരമായി നേരിടുക. തല്ലാൻ ധൈര്യമുള്ളവർ തല്ല, എനിക്ക് ആ ധൈര്യം ഇല്ലായിരുന്നു, ഞാൻ തല്ലിയിട്ടില്ല അയാളെ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു നേരത്തെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന കൊണ്ടൊന്നും അങ്ങനെയുള്ള ആൾക്കാർ നന്നാവില്ല. നാണക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ നന്നാവുള്ളൂ. കാരണം ഒരു പ്രാവശ്യമൊക്കെ അതേമാതിരി നാണം കെട്ടുക നാറി വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സ്ത്രീനെ നേരെ നോക്കാൻ തന്നെ മടിയുണ്ടാവും. പക്ഷെ അതേ വിഷയം ഒരുപക്ഷെ അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ അലട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ വളരെ പക്വതാപരമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ പ്രവർത്തിച്ചതിൽ എന്താണെങ്കിലും അഭിനന്ദനങ്ങൾ. ഇനി ഒരു ട്രെയിനിൽ പോകുന്ന ഒരു യുവാവിന്റെ നേരെ അവർ അതിക്രമം നടത്തുന്നത് കണ്ടേക്കാം. ഒരു പുരുഷനാണ്. നെയ് പോലുണ്ടാവും, ഒന്നും പോലുണ്ടാവും. 3 ബാറും പോലിയിട്ട് കാര്യമൊന്നുമില്ല. എന്താ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചൂടെ? തന്റെ വസ്ത്രധാരണമാണ് അയാളെ പ്രകോപിപ്പിച്ചത്. ഇച്ചിരി ഇറക്കുള്ള ട്രൗസർ ഇട്ടാൽ എന്തായിരുന്നു പ്രശ്നം? ഈ ഇറക്കില്ലാത്ത ട്രൗസർ കാണിച്ചുകൊണ്ട് തുടയും കാണിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പിടിക്കും, പുരുഷന്മാർ കയറി പിടിക്കും. അതങ്ങനെയാണ്. അവർക്ക് ഹോർമോണിന്റെ പ്രശ്നമുണ്ട്, അവർക്ക് വേറെ പ്രശ്നമുണ്ട്, അവർക്ക് കണ്ണിന്റെ പ്രശ്നമുണ്ട്, അവർക്ക് അവിടെ കുരുണ്ട് ഇവിടെ കുരുണ്ട്. ഇതൊക്കെയല്ലേ നിങ്ങൾ സ്ഥിരം പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു പുരുഷന് വരെ ബസ് കയറി യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നാട്ടിലുള്ളത്. എന്തുകൊണ്ടാ? ചില വൃത്തികെട്ട പുരുഷന്മാരുടെ മെന്റാലിറ്റി ചിന്താഗതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അല്ലാണ്ട് വസ്ത്രധാരണം അവിടെ ഒരു ഫാക്ടർ ഉള്ളതെന്ന് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി കാണുമല്ലോ. हाथ लगा दो, एक और बार हाथ लगा दो, आराम से बैठ जाए, कोई दिक्कत नहीं है मेरे को, ठीक है. കണ്ണ് നോക്കിയൊന്ന് കൊടുക്കണം. മേലാൽ ഇനി പെണ്ണുങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്. ഇപ്പൊ ഇയാളുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തു. ഇയാളെ ചുറ്റും നടക്കുന്ന ഒരു സ്ത്രീ ഒരു ദിവസം എന്തോരം പെണ്ണുങ്ങളോട് ഇയാൾ ഇതേമാതിരി മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടാവുന്ന ആർക്കറിയാം? പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ. ഇനി ഇയാൾക്ക് പറയാനുള്ള കാര്യം കൂടെ എന്താണെന്ന് കേട്ടേക്കാം. എക്സ്പീരിയൻസ് ആണ്, ഷെയർ ചെയ്യുന്നൊന്ന് കേട്ടേക്കാം. നിങ്ങൾ ഇപ്പൊ കണ്ട സംഭവമില്ലേ, ഞാൻ ബീഹാറിൽ നിന്ന് വാരണാസിക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പുള്ളി ഞാൻ കയറി ഒരു 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ വന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരൻ വന്നു, മേളിലത്തെ നമ്മൾ ബാഗൊക്കെ വെക്കുന്നിടത്ത് എല്ലാവരും ഇരിക്കാറുണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ. അവിടെ കയറി ഇരുന്ന് നമ്മുടെ കാലിലെ കയറി പിടിക്കുകയും അങ്ങനെ കുറച്ച് വേറൊരു രീതിയിൽ നമ്മളായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു. നമ്മൾ അതിനെ നല്ലോണം റിയാക്ട് ചെയ്ത് പുള്ളിയായിട്ട് വഴക്കായി. പുള്ളി ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പം TTR വിളിച്ചു വരുത്തി പുള്ളിയെ ഇറക്കി വിട്ടു. ഇത്രയായിരുന്നു അന്ന് സംഭവിച്ചത്. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാണായിട്ട് എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഗേൾസ് ആയിട്ടുള്ള സോളോ ട്രാവലേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര്. നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എന്തിങ്ങനെ അവർക്കൊരു ഭയങ്കര ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാര്യം അത്രയ്ക്ക് പ്രഷറാണ് ഇതിനകത്ത് കയറുന്ന ഓരോരുത്തരിൽ നിന്നും നമുക്കുണ്ടാവും. ഇതേപോലത്തെ വേറെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര വീടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.